friends, welcome back to The Crafty Bee. This is my part 1 of crochet journey, sharing beginner lessons and tips that I have learned as a beginner. ക്രോഷയുടെ ഫൗണ്ടേഷൻ സ്റ്റിച്ച് ആയിട്ടുള്ള സ്ലിപ്പ് നോട്ട് എത്ര ചെയ്തിട്ടും ശരിയാവുന്നില്ലേ? ഐ വിൽ ടീച്ച് യു ഒന്നല്ല രണ്ടല്ല 3 സിമ്പിൾ വേസ് ടു ഡു സ്ലിപ്പ് നോട്ട്. അതിന് വേണ്ടി 4mm ഹുക്കും ഒരു അക്രിലിക് യാണ് കൊടുത്തിട്ടുണ്ട്. 3 പ്ലേ ട്വിസ്റ്റഡ് അക്രിലിക് യാണെന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ട് അറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. സോ ദ ഫസ്റ്റ് വൺ ഇതാണ് ഈസി മെത്തേഡ്. ഞാൻ യു ഷേപ്പ് പോലെ കീപ്പ് ചെയ്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് സർക്കിൾ ആക്കുക. ദെൻ ലോങ് പീസ് സർക്കിളിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുക. ദെൻ നമ്മുടെ സ്ലിപ്പ് നോട്ട് ഈസ് റെഡി. ആ ലോങ് യാണിനെ നമ്മൾ വർക്കിംഗ് യാണെന്ന് പറയും. അതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സർക്കിളിനെ ചെറുതാക്കി നമുക്ക് വേണ്ട ആവശ്യമുള്ള സൈസ് ആക്കാൻ പറ്റും. ദെൻ സെക്കൻഡ് മെത്തേഡ്, റൈറ്റ് ഹാൻഡിൽ ഹുക്ക് കീപ്പ് ചെയ്ത ശേഷം 2 ഫിംഗേഴ്സിന് മീതെ നമ്മുടെ യാണ് ട്വിസ്റ്റ് ചെയ്യുക. നേരെയല്ല, ക്രോസ് ആയി ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഹുക്ക് വീഡിയോ കാണുന്നത് പോലെ ഫസ്റ്റ് യാണിനുള്ളിലൂടെ പുറത്തെടുക്കുക. നമ്മുടെ ഫിംഗേഴ്സ് എല്ലാം റിമൂവ് ചെയ്ത് വരുമ്പോൾ ഒരു നോട്ട് കിട്ടും, ദാറ്റ് ഈസ് സ്ലിപ്പ് നോട്ട്. വർക്കിംഗ് യാർഡ് അഡ്ജസ്റ്റ് ചെയ്താൽ സെക്കൻഡ് വേ ഓൾസോ റെഡി. ഈ ഒരു മെത്തേഡാണ് ഞാൻ പൊതുവേ യൂസ് ചെയ്യാറ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഫസ്റ്റ് യൂസ് ചെയ്ത മെത്തേഡ് പോലെ തന്നെ, പക്ഷെ അതൊരു ഫിംഗറിനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വീഡിയോ ഒന്ന് കെയർഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്താൽ അതും സെറ്റ്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്രോഷ്യോ പ്രൊജക്ട്സ് ഈസി ആയിട്ട് ചെയ്തു തുടങ്ങാം. ഫൗണ്ടേഷൻ സ്റ്റിച്ച് ആയിട്ടുള്ള സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം യാൺ ഹുക്കിൽ മൂവബിൾ അല്ലേ എന്ന് ഉറപ്പ് വരുത്തണം. കൂടുതൽ ടൈറ്റ് ആവാനോ ലൂസ് ആവാനോ പാടില്ല. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇടാം. മോസ്റ്റ്ലി ഏതൊരു ക്രോഷ്യോ പ്രൊജക്റ്റ് തുടങ്ങുമ്പോഴും ഈ ഒരു സ്റ്റിച്ചാണ് യൂസ് ചെയ്യുക. അതിനുവേണ്ടി തംബ് ആൻഡ് ബേബി ഫിംഗേഴ്സ് കൊണ്ട് സ്ലിപ്പ് നോട്ടിനൊന്ന് ഹോൾഡ് ചെയ്ത ശേഷം ഹുക്കിലേക്ക് വർക്കിംഗ് യാണിനെ യാൺ ഓവർ ചെയ്ത് നോട്ടിലൂടെ പുറത്തെടുക്കുക. ദാറ്റ് മീൻസ് യാൺ ഓവർ, പുൾ ത്രൂ, അഗെയിൻ യാൺ ഓവർ, പുൾ ത്രൂ. അപ്പോൾ സ്ലിപ്പ് നോട്ട് ആൻഡ് ചെയിൻ സ്റ്റിച്ച് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയുള്ള ബേസിക് സ്റ്റിച്ചസ് ഞാൻ അടുത്ത പാട്ടിലിടുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.